ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ് നമ്മുടെ പ്രിയ പരമ്പരയിൽ അരങ്ങേറാനായിട്ട് പോകുന്നത്. ഇനി മുതൽ കാവേരിക്കൊപ്പം ഒരു കൈത്താങ്ങായി നമ്മുടെ നരേനും വന്ന് ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും. നരേനും ഇനി മുതൽ നമ്മുടെ പരമ്പരയിൽ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ രഘുനാഥ് തൻ്റെ മുത്തശ്ശന് വന്ന അവസ്ഥ നരേനെ ശരിക്കും തകർത്ത് കളയുകയാണ്. താൻ ഇനിയും എല്ലാത്തിൽ നിന്നും അകന്നു മാറി നിന്നാൽ തനിക്ക് ബാക്കിയുള്ള തൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെ കൂടി നഷ്ടപ്പെടും. ശിവരാജൻ അയാളൊരു ദുഷ്ടനാണ്. അയാൾ എന്നെ തകർത്ത് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സർവ്വ സ്വത്തുക്കളും തൻ്റെ കയ്യിലാക്കാനാണ് ശ്രമിക്കുന്നത് എന്നും നമ്മുടെ നരേനെ അറിയാം. എന്നിട്ട് പോലും അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ നരേൻ. പക്ഷേ ഇനി അങ്ങനെ വിട്ടാൽ സാധിക്കില്ല. എല്ലാം താൻ തന്നെ മുന്നിൽ നിന്ന് നടത്തുക തന്നെ വേണം എന്ന് നരേൻ തീരുമാനിക്കാൻ കേട്ടോ. നരേൻ്റെ ഈ തീരുമാനം ശിവരാജനെ മാത്രമല്ല ജയപാലനെയും പേടിപ്പെടുത്തുന്ന രീതിയിൽ ബാധിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ജയപാലനാണെങ്കിൽ കാവേരിയും നിവനും ആ തോട്ടത്തിൽ പറ്റി അന്വേഷിച്ച് വന്നു എന്നുള്ള കാര്യം ആ തോട്ടം നോക്കാൻ നിൽക്കുന്ന ആ മനുഷ്യനിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. അതറിയുന്ന ജയപാലൻ ശരിക്കും ഒന്ന് ഭയന്ന് വിറക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടും കള്ളക്കളികളും കളിച്ചുമാണ് അരവിന്ദന്റെ പേരിലുള്ള ഈ തോട്ടം താൻ തൻ്റെ പേരിലേക്ക് ആക്കിയിരിക്കുന്നത്. കോടികൾ വിലമതിപ്പുള്ള തോട്ടവ, അത് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതിനുവേണ്ടി എന്ത് കളിയും താൻ കളിക്കും എന്നൊരു തീരുമാനം ജയപാലൻ എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ വിനീതും ഗംഗയും അവർ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണല്ലോ. അവർ മാത്രമല്ല, ഒപ്പം ബേബി ചേട്ടനും സലിമിക്കയും ഒക്കെ ഉണ്ട്. അവരോടൊപ്പമുള്ള ഈ യാത്ര ഗംഗയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ലേ. ഗംഗ കരുതിയിരുന്നത് വിനീതും ഗംഗയും മാത്രമുള്ള ഒരു റൊമാൻറ്റിക് ട്രിപ്പായിരിക്കുന്ന, പക്ഷേ അത് എല്ലാവരും ചേർന്നുള്ള ഒരു യാത്രയായി മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പം അവിടെയുള്ള ഓരോ കാഴ്ചകളും വിനീത് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന വിനീതിന് സിറ്റിയിലുള്ള ഓരോ കാഴ്ചകളും വിനീതിന് മാത്രമല്ല നമ്മുടെ ഗംഗയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്ഭുതത്തോടു കൂടി ഓരോ കെട്ടിടങ്ങളും റോഡുകളും ഒക്കെ അവരിങ്ങനെ നോക്കുകയാണ്. സലിമിക്കയും ബേബി ചേട്ടനും എല്ലാം അതെ, ആദ്യമായിട്ട് കാണുന്ന സന്തോഷം അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബേബി ചേട്ടൻ മാത്രമേ ഉള്ളൂ പുഷ്പവാടി വിട്ട് പുറം ലോകത്തൊക്കെ അധികം വന്നിട്ടുള്ള ആള്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു കാർന്നോരെ പോലെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് ബേബി ചേട്ടൻ. അങ്ങനെ അവർ ആദ്യം തന്നെ ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെല്ലുന്ന കടലൊക്കെ കാണുമ്പം ഒത്തിരി സന്തോഷമാവുക. അപ്പോൾ കടലിൻ്റെ ആ ഭംഗി നോക്കി നിൽക്കുകയാണ് കേട്ടോ ഗംഗ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ നമ്മുടെ സലിമിക്കയും വിനീതും കൂടി അവിടുന്ന് പോവാം. അപ്പോൾ പെട്ടെന്ന് ഗംഗയാണെങ്കിൽ അവർ പറഞ്ഞത് കേട്ടും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തൻ്റെ ചിന്തകളിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഗംഗ വിനീതിനെയോ അല്ലെങ്കിൽ സലിമിക്കയോ ബേബി ചേട്ടനെയോ ഒക്കെ നോക്കൂ കേട്ടോ. പക്ഷെ ആരും കാണുന്നില്ല. ഒരു നിമിഷത്തേക്ക് ഗംഗ പേടിച്ചു പോവാണ്. തനിക്ക് ഒരു പരിചയമില്ലാത്ത ഈ നാട്ടിൽ ഇത്രയും ജനങ്ങൾക്കിടയിൽ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് വിനീതേട്ടനും പോയല്ലോ എന്നുള്ള സങ്കടം ഗംഗയ്ക്ക് ഉണ്ടാവുകയാണേ. ഇവരുടെ ഒപ്പം ഈ യാത്രയ്ക്ക് വരണ്ടായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ഗംഗയുടെ മനസ്സിലേക്ക് കടന്നു വരിക. പെട്ടെന്നാണ് കേട്ടോ വിനീതും സലിമിക്കയും കൂടി ഒരു കളറുള്ള ഗ്ലാസ് ഒക്കെ കണ്ണിൽ വെച്ച് രണ്ടുപേരും ഓരോ കാറ്റാടിയൊക്കെ പിടിച്ച് ഓടി ഗംഗയുടെ അടുത്തേക്ക് വരുന്നത്. കൊച്ചു കുട്ടികളെ പോലുള്ള അവരുടെ വരവ് കാണുമ്പോൾ ഗംഗയ്ക്കാണ് വല്ലാത്ത നാണക്കേട് തോന്നുകയാണ് കേട്ടോ. ഇതെന്ത് കോലോ വിനീതേട്ട എന്ന് ചോദിക്കുക. അപ്പോൾ സലിമൊക്കെ പറയും, നല്ല അടിപൊളിയായിട്ടില്ലേ മോളെ, ഇതൊക്കെ ഞങ്ങൾ ഗംഗയ്ക്ക് വേണ്ടി മേടിച്ചതാ എന്ന് പറയാം. അപ്പോൾ വിനീതും പറയും, അതെ ഗംഗ, ഇത് നോക്കിക്കേ, കാറ്റാടി നോക്ക്, ഗ്ലാസ്, ഇതിനൊക്കെ ഇവിടെ നല്ല വിലക്കുറവാ, ദേ അവിടെ ഐസ്ക്രീമും ഉണ്ട്, ഗംഗയ്ക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാ എന്ന് അപ്പം വിനീതും പറയാം. അപ്പോൾ ഗംഗയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. തന്നെ തനിച്ചാക്കി പോയതും പോരാ, സലിമിക്കയുടെ ഒപ്പം വിനീതേട്ടനാണെങ്കിൽ കുട്ടി കളിച്ച് നടക്കുകയാണ്. ഇതെന്താ വിനീതേട്ട, ഇതൊക്കെ വെച്ച് കളിക്കാൻ ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ എന്ന് ചോദിക്കുക. അയ്യോ ഗംഗെ, ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഇതൊക്കെ മേടിക്കാലോ എന്ന് അപ്പം വിനീത് പറയണം. നല്ല ഭംഗിയില്ലേ, ഇത് കണ്ടപ്പം നമ്മുടെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മൾ കുഞ്ഞായിരുന്നപ്പം ഗംഗയ്ക്ക് ഇതൊക്കെ എന്ത് ഇഷ്ടമായിരുന്നു. എത്ര തവണ ഉത്സവപ്പറമ്പിൽ നിന്ന് ഗംഗയ്ക്ക് വേണ്ടി ഞാൻ ഈ കളറുള്ള കാറ്റാടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഗംഗയ്ക്ക് അതൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കാം. എൻ്റെ വിനീതേട്ടാ, ചെറിയ പ്രായത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഓർത്തിരിക്കാനാ, ഞാനന്ന് ചെറുതായിരുന്നില്ലേ, അന്ന് എനിക്കിതൊക്കെ ഇഷ്ടമാണെന്ന് കരുതി ഇത്രയും വലുതാകുമ്പം ഞാൻ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കാം. അപ്പോൾ വിനീതിന് സങ്കടം വരിക. ഗംഗയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാകുമെന്ന് കരുതിയാ ഞാൻ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയാം. അപ്പോൾ ബേബി ചേട്ടനും ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീത് തൻ്റെ ഒപ്പം സമയം ചെലവഴിക്കുന്നതിന് പകരം ഓരോ നിമിഷവും ബേബി ചേട്ടനും സലിമിക്കയുടെ ഒപ്പം കളിച്ച് ചിരിച്ച് നടക്കുക. അത് കാണുന്ന ഗംഗയ്ക്ക് ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ. വിനീതിന് തന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നതിൽ ഒരു വേദനയില്ലേ, തൻ്റെ സങ്കടം വിനീതേട്ടന് മനസ്സിലാകുന്നില്ലേ എന്ന ചിന്തയൊക്കെ ഗംഗയുടെ മനസ്സിലേക്ക് വരികയാണ്. അവർ 3 പേരും കൂടി അവിടെ കളിക്കുന്നത് നോക്കി
ഗംഗ ഇങ്ങനെ തനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ കുറേ ചെറുക്കന്മാരെ അതിലൂടെ പെൺകുട്ടികളെയൊക്കെ കമൻ്റ് അടിച്ച് നടക്കുന്ന കുറച്ച് ശല്യം ആയിട്ടുള്ള ചെറുക്കന്മാരാണ് കേട്ടോ. അവർ ആ വഴി വരികയാണ്. അപ്പോൾ ഗംഗ തനിയെ നിൽക്കുന്ന കാണുമ്പം അതിലൊരുത്തം പറയും, ഏതാ നോക്കിക്കേടാ ഒരു സുന്ദരി സാരിയൊക്കെ കൊടുത്ത് തനിച്ച് നിൽക്കുന്നു, കൂട്ടിന് ആരുമില്ലെന്നാണ് തോന്നുന്നത്, നമുക്ക് പോയി ഒരു കമ്പനി കൊടുക്കാടാ എന്നൊക്കെ പറയാം. എന്നിട്ട് അവന്മാരെല്ലാം കൂടി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക. എന്താ കുട്ടി എന്താ ഇവിടെ തനിച്ച് നിൽക്കുന്നത്, കുട്ടിയുടെ കൂടെ ആരും വന്നില്ലേ, ഞങ്ങൾ വേണമെങ്കിൽ ഒരു കമ്പനി തരാലോ എന്നൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് ഗംഗയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് തങ്ങൾ ഹോം സ്റ്റേ നടത്തുകയും അവിടെ കുറച്ച് ആണുങ്ങൾ വന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ഗംഗയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. തനിക്കുണ്ടായ ആ ദുരനുഭവം വീണ്ടും വേദനിപ്പിക്കുന്ന വിധത്തിൽ കടന്നു വരുമ്പം ഗംഗ വല്ലാത്ത പാനിക്കായിട്ട് മാറുകയാണ് കേട്ടോ. അപ്പം അവർ വീണ്ടും വീണ്ടും അതും ഇതൊക്കെ പറഞ്ഞ് ഗംഗയെ വേദനിപ്പിക്കുക. അപ്പം ഗംഗ ചുറ്റും വിനീതിനെയും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ വിനീത് ഒന്നും ഗംഗയെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പം ഗംഗ കരയാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിലൊരുത്തം പറയും, ദേണ്ടടാ കുട്ടി കരയുന്നു, തൽപരകക്ഷി അല്ലെന്നാ തോന്നുന്നത് എന്നൊക്കെ അവരങ്ങ് പറയാം. എന്നിട്ട് അവിടെ നിങ്ങോട്ട് പോവാം. പെട്ടെന്നാണ് വിനീത് അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഗംഗയുടെ അടുത്ത് ആരൊക്കെയോ സംസാരിച്ചു പോകുന്നതും ഗംഗ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും കാണുന്നത്. പെട്ടെന്ന് വിനീത് ഓടിച്ചില്ല, എന്താ ഗംഗ, എന്താ പറ്റിയത്, ഗംഗ എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം ഗംഗ പറയും, പ്ലീസ് വിനീതേട്ടാ നമുക്ക് തിരിച്ചു പോകാം, എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറയാം. അയ്യോ ഗംഗെ, ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞ് നമ്മളിവിടെ വന്നത് ഇതെല്ലാം കാണാനായിട്ടല്ലേ, നമ്മളിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞാൽ സലിമിക്കും ബേബി ചേട്ടനൊക്കെ സങ്കടമാവില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ഗംഗയുടെ മനസ്സിലേക്ക് വരുന്നത്, വിനീതേട്ടൻ തൻ്റെ വേദന മനസ്സിലാക്കുന്നില്ലേ, തന്നെ തനിച്ചാക്കിയിട്ട് പോകിയിട്ടും പോരാ, ബേബി ചേട്ടൻ്റെ സലിമിക്കയുടെ സങ്കടമാണോ വിനീതേട്ടനെ ബാധിക്കുക എന്നുള്ള ചിന്തകളാണ്. പക്ഷെ വിനീതനോടൊന്നും ചോദിക്കുന്നില്ല. ഗംഗെ, നമ്മൾ വന്നതല്ലേ, താനൊന്ന് ക്ഷമിക്കുക, നമുക്ക് ഇന്ന് എന്തായാലും പകൽ മുഴുവനും ഇവിടെ തന്നെ ചെലവഴിക്കാം, ഇവിടെ പല സ്ഥലങ്ങളും കാണാനുണ്ടെന്നാണ് ബേബി ചേട്ടൻ പറഞ്ഞത്, അതിനുശേഷം വൈകിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം ഗംഗയ്ക്ക് ഒത്തിരി സങ്കടം വരികയാണ്. വിനീത് പറയും, താൻ പേടിക്കണ്ട, ഇനി തൻ്റെ കൂടെ ഞാൻ ഉറപ്പായിട്ടും നിൽക്കാം, തന്നെ തനിച്ചാക്കത്തില്ലെന്ന് എന്ന് പറയാം. അത് കേൾക്കുന്ന ഗംഗയ്ക്ക് അല്പ സമാധാനം തോന്നുവാണേ. പെട്ടെന്നാണെങ്കിൽ വീണ്ടും വിനീതിനെ വിളിക്കുക, സലിമിക്കും ബേബി ചേട്ടനും. എടാ നീ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ദേ ഇങ്ങോട്ട് വാ, നമുക്ക് കടലിൽ ഇറങ്ങി കളിക്കാം എന്ന് പറയാണ് കേട്ടോ. അയ്യോ അവരെന്നെ വിളിക്കുന്നുണ്ടല്ലോ ഗംഗെ എന്ന് അപ്പോൾ വിനീത് പറയാം. ഞാനില്ല സലിമിക്ക, നിങ്ങൾ രണ്ടുപേരൂടെ കളിക്കുക, ഞാനിവിടെ നിന്നോളാം എന്ന് പറയാം. അത് കേൾക്കുമ്പം ബേബി ചേട്ടൻ പറയും, അതെന്ത് വർത്തമാനമാടാ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വാ എന്ന് പറയാം. അപ്പോൾ ഗംഗ പറയും, ഞാനില്ല, വിനീതേട്ടൻ പൊയ്ക്കോ എന്ന് പറയാം. ഗംഗയ്ക്ക് തനിച്ച് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിനീത് അപ്പോൾ വീണ്ടും ചോദിക്കാൻ കേട്ടോ. ഏയ് ഇല്ല, വിനീതേട്ടൻ അവരുടെ കൂടെ പൊയ്ക്കോ എന്ന് ഗംഗ പറയാൻ കേട്ടോ. എനിക്ക് പക്ഷെ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, വിനീതേട്ടൻ തൻ്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പൊയ്ക്കോളാനും നമ്മുടെ ഗംഗ പറയുന്നത്. അപ്പോൾ ഗംഗ അങ്ങനെ പറയുന്നത് കേട്ട വിനീത് പിന്നൊന്നും ചിന്തിക്കാതെ അവരുടെ ഒപ്പം പോയി നിന്ന് കളിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യാം. ഗംഗയ്ക്ക് ഒരുപാട് സങ്കടം തോന്നുക, തന്നെ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരാളല്ല വിനീതേട്ടൻ എന്ന് വീണ്ടും നമ്മുടെ ഗംഗയിലെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ് കേട്ടോ. വിനീതുമായിട്ടുള്ള കല്യാണമൊക്കെ ഒരു രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിനീതിനെ സ്നേഹിക്കാനായിട്ട് ഗംഗ തുടങ്ങിയതാണ്. പക്ഷേ ഈ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ഓരോ പ്രവൃത്തികളും ഗംഗയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. അതെല്ലാം ഗംഗയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വിനീതിൽ നിന്ന് ഒരു അകലമിടാനായിട്ട് ശീലിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തങ്ങളുടെ അന്വേഷണം ഒന്നും എത്തിച്ചേരാത്തതിൽ നിവിനും കാവേരിയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ കാവേരി നിവിനോട് പറയും, ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ യഥാർത്ഥ ഓണർ ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പം നിവിൻ പറയും, ആ ജയപാലങ്കിള് അയാളുടെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും സംസാരിച്ച് കാര്യം നേടിയെടുക്കാമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമ്മൾ പോയി സംസാരിച്ചില്ലേ ആ തോട്ടത്തിലെ ജോലിക്കാരൻ, അയാൾ ചെന്ന് സർവ്വ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും, എന്നെയും ഇപ്പം സംശയദൃഷ്ടിയോടെ ആയിരിക്കും നോക്കുന്നത്, അങ്ങനെയുള്ളതുകൊണ്ട് അയാൾ എന്നോട് ഒരു കാര്യങ്ങളും വിട്ടു പറയാനായിട്ട് പോകുന്നുമില്ല എന്ന് പറയാം. സാരമില്ല നിവിൻ, അല്ലെങ്കിലും ജയപാലൻ അയാൾ നമ്മളോട് ഒരു സത്യം വിളിച്ചു പറയാനായിട്ട് പോകുന്നില്ല, ഇപ്പം തന്നെ നിവിനെ അയാൾക്ക് നല്ല സംശയം ഉണ്ടാകും, വേറെന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം, ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് കാവേരി പറയാണ് കേട്ടോ. അപ്പോൾ കാവേരിക്ക് പക്ഷെ ഒരെത്തും പിടിയും കിട്ടുന്നില്ല, താൻ എങ്ങനെ ഇതിൻ്റെ സത്യത്തിലേക്ക് എത്തിച്ചേരും എന്ന് കാവേരി വീണ്ടും വീണ്ടും ചിന്തിക്കാം. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് കാവേരിയുടെ ഈ കളിയും ചിരിയൊന്നും ഇല്ലാതെ ആലോചിച്ചുള്ള ഇരിപ്പ് കാണുമ്പം ശാരദ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്തു പറ്റി, നീ എന്താകെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ എന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ലമ്മേ എന്ന് അപ്പം പറയും. എന്താടി, എന്താ പ്രശ്നം എന്ന് ശാരദ വീണ്ടും പറയും. ഒരു ജോലി കണ്ടെത്തണമല്ലോ, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നതാ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശാരദ പറയും, അത് നല്ല കാര്യമാണ്,
നീ ഇങ്ങനെ കളിച്ച് നടക്കാതെ പെട്ടെന്ന് നിന്റെ പഠിത്തത്തിന് പറ്റുന്ന ഒരു ജോലി കണ്ടെത്ത് എന്ന് ശാരദയും പറയാണ് കേട്ടോ. വീണ്ടും കാവേരി ആണെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ശാരദയോട് ചോദിക്കും, അമ്മേ അച്ഛൻ്റെ ഡയറിയൊക്കെ അമ്മ എടുത്ത് എവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുക. അതൊക്കെ ഞങ്ങളുടെ റൂമിലുണ്ടല്ലോ, എന്തിനാടി എന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ല, അച്ഛനെ ഓർമ്മ വന്നപ്പം ഞാൻ വെറുതെ ചോദിച്ചത് അമ്മേ എന്ന് പറയാം. അപ്പോൾ ശാരദ പിന്നെ കൂടുതലൊന്നും കാവേരിയോട് ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കാവേരി നേരെ അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ്, നമ്മുടെ അരവിന്ദൻ്റെയും ശാരദയുടെയും. അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ പെട്ടികളെല്ലാം തിരയുക. എന്തെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും ഒരു അഡ്രസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ തനിക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കാവേരി ഡയറിയും അച്ഛൻ്റെ പെട്ടിയൊക്കെ തുറന്നു നോക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും തനിക്ക് ലഭിച്ച ആ ഡയറി ആദ്യം ലഭിച്ചിരുന്നല്ലോ, ആ ഡയറി കിട്ടുകയാണ്. അതിൻ്റെ ഓരോ പേജും മുക്കും മൂലയും മറക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ രഘുനാഥ് എന്നൊരു പേര് എഴുതിയിട്ടുണ്ട്, രഘുനാഥ് സാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കാവേരിക്ക് സംശയം തോന്നുക, ഇത് തോട്ടം മേടിച്ച ആളായിരിക്കുമോ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നായിരിക്കുമോ തോട്ടം മേടിച്ചത് എന്നുള്ള ചിന്ത വരിക. അതിലൊരു അഡ്രസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ കാവേരി എന്തായാലും ആ പേരും അഡ്രസ്സും കുറിച്ചെടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഇവിടെ പോയി ഒന്ന് അന്വേഷിക്കണം, ഇവർക്ക് എന്തെങ്കിലും അറിയാമെങ്കിലോ എന്ന് ചിന്തിക്കുക. ഒരു കാര്യമില്ലാതെ ഇങ്ങനൊരു പേര് അച്ഛൻ എഴുതിയിടേണ്ട കാര്യമില്ല ഈ ഡയറിയിൽ എന്നൊരു ചിന്ത വരിക. നിവിനെ ഫോൺ വിളിക്കാനായിട്ട് എടുക്കും. പെട്ടെന്ന് കാവേരി ഫോൺ കട്ടാക്കും. വേണ്ട, നിവിനെ ആവശ്യമില്ലാതെ ഇതിലേക്കൊന്നൊക്കെ ഇനിയും വലിച്ചഴിക്കണ്ട. ഇപ്പം തന്നെ ഒരുപാട് സഹായങ്ങൾ തനിക്കും തൻ്റെ കുടുംബത്തിനും നിവിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ ആ രാജേശ്വരി മേഡത്തിന് ഒട്ടും താല്പര്യമില്ല ഞങ്ങളുടെ കുടുംബത്തോട്. ഞാൻ കാരണം ഇനിയും നിവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്നൊരു ചിന്തയൊക്കെ കാവേരിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇതേസമയം ബീച്ചിൽ തനിച്ച് നിൽക്കേണ്ടി വരുന്ന ഗംഗയ്ക്ക് വീണ്ടും മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ട് അടുത്തേക്ക് വരുമ്പം വിനീതിനോട് ഗംഗ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്ക് വിനീതേട്ട, എനിക്കൊന്ന് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. വിനീതേട്ടന് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തിരിച്ച് വീട്ടിലാക്ക് എന്ന് പറയാം. അത് കേൾക്കുന്ന വിനീത് ആകെ തകർന്നു പോവാണ്. താൻ ഗംഗയുടെ സന്തോഷത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും തൻ്റെ സ്നേഹം ഗംഗയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ എന്നൊരു ബോധ്യം വരിക. എന്നിട്ട് ഗംഗ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീത് പിന്നാലെ ചെല്ലുക. എന്ത് പറ്റി ഗംഗ, തനിക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ലേ എന്ന് ചോദിക്കുക. എന്ത് വിനീതേട്ട, എന്ത് ഇഷ്ടമാകുന്നുണ്ടോന്ന്? വിനീതേട്ടൻ വന്നത് എൻ്റെ കൂടെ സമയം ചെലവഴിക്കാനല്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവരോടൊപ്പം കളിച്ച് ചിരിച്ച് നടക്കാനാണ്. പിന്നെ എന്നെ കൂടി എന്തിനാ തനിച്ചാക്കാനായിട്ട് കൂടെ കൂട്ടിയത്? ഇവിടെ തനിച്ച് എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് വിനീതേട്ടന് മനസ്സിലാകുന്നുണ്ടോ? ഇത്തവണ എത്ര പേര് എന്നോട് മോശമായിട്ട് പെരുമാറി, അതെന്തെങ്കിലും വിനീതേട്ടൻ്റെ കണ്ണിൽ പെട്ടോ എന്ന് ചോദിക്കുക. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കുക. ഞാൻ പറഞ്ഞതല്ലോ ഇങ്ങോട്ട് ഒരു യാത്രയ്ക്ക് വിനീതേട്ടനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നതല്ലേ, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. വിനീത് പറയും, ഗംഗെ തനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ, തനിക്ക് വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്തത്, എനിക്ക് വേണ്ടി എന്താ വിനീതേട്ട ചെയ്തതെന്ന് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞോ എനിക്ക് തിരുവനന്തപുരത്ത് വരണമെന്നും ഇവിടം കാണണമെന്നും? വിനീതേട്ടൻ തന്നെയല്ലേ ഓരോന്നൊക്കെ സ്വയം തീരുമാനിച്ച് എന്നെയും കൂടിക്കൊണ്ട് ഈ അപകടത്തിൽ പെടുത്തിയതെന്നും പറഞ്ഞ് ഗംഗ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും വിനീതക സങ്കടപ്പെട്ടിരിക്കുക. വിനീത് സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പം സലിമിക്ക അടുത്തേക്ക് ചെല്ലുക. എന്താടാ, എന്ത് പറ്റി എന്ന് ചോദിക്കുക. സലിമിക്ക, ഗംഗയ്ക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അവളെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതും ഈ ബീച്ചിൽ കൊണ്ടുവന്നതും എല്ലാം. പക്ഷെ അവക്ക് ഇതൊന്നും ഇഷ്ടമായി. സലിമൊക്കെ പറയും, ശരിയാടാ, ആ കൊച്ച് തനിച്ചായി പോയി. നമ്മളിവിടെ വന്ന് ആദ്യമായിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പം അതിനെ തനിച്ചാക്കിക്കൊണ്ട് നമ്മുടെ സന്തോഷം മാത്രം നോക്കി കളിച്ച് ചിരിച്ച് നടന്നു. അതൊരു പെൺകുട്ടിയല്ലേ, ഈ അറിയില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പം അതിനെന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. നിനക്കിതൊക്കെ പറഞ്ഞു തരണ്ട, എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടായല്ലോടാ എന്ന് അപ്പം സലിമക്ക ചോദിക്കാൻ കേട്ടോ. സാരമില്ല സലിമക്ക, എൻ്റെ തെറ്റാ, ഞാൻ ചെയ്തത് ശരിയായില്ല, ഗംഗയെ തനിച്ചാക്കാൻ പാടില്ലായിരുന്നു, നമുക്ക് ഇപ്പം തന്നെ തിരിച്ചു പോകാം എന്ന് പറയാം. അപ്പോഴേക്കും സമയം വൈകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി തിരിച്ച് അതേ കാറിൽ തന്നെ യാത്ര പോവാണേ. വണ്ടി പെട്ടെന്ന് നിന്ന് പോകുന്ന കാണുമ്പം എല്ലാവരും ആകെ ടെൻഷനാവുക. അപ്പോൾ വിനീത് ഡ്രൈവറോട് ചോദിക്കും, എന്ത് പറ്റി ചേട്ടാ എന്ന് ചോദിക്കുക. അറിയില്ല, വണ്ടി പെട്ടെന്ന് നിന്ന് പോയി എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങി എന്ത് പറ്റിയെന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല, ആകെ ഇതാവുക. അപ്പോഴത്തേക്കും ഡ്രൈവർ ചോദിക്കും, നിങ്ങളൊന്ന് ഇറങ്ങാവോ എന്ന് ചോദിക്കാം. അവരവിടെ ഇറക്കി നിർത്തിയിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കൂട്ടോ. ഇത് പഴയ കാറല്ലേ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാ എന്ന് പറയാം. എൻ്റെ സാറിന് ഈ വണ്ടി ഒരുപാട് പ്രിയപ്പെട്ടതാ, അതുകൊണ്ടാണ് ഇതിപ്പോഴും വിൽക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അവരെല്ലാവരും ഇറങ്ങി നിന്ന് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ വണ്ടി ഓഫായി തന്നെ പോവാം. അന്നേരം നമുക്കൊന്ന്
തള്ളിയാലോ എന്ന് സലിമക്ക പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി പയ്യെ തള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അവസാനം ഗംഗ കൂടി വണ്ടി തള്ളേണ്ട അവസ്ഥയിൽ വരെയും വരികയാണ് കേട്ടോ. ഒരു വിധത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇതോടെ ആകിക്കഴിയുമ്പോഴത്തേക്കും ഗംഗ ശരിക്കും മടുത്തു പോവുക. പാതിരാത്രിക്ക് വണ്ടി തള്ളേണ്ട അവസ്ഥയെ വരെ തനിക്ക് എത്തിയിരിക്കുന്നു. ഇങ്ങനൊരു ജീവിതമാണോ താൻ ആഗ്രഹിച്ചത്? താൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ? തനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതാ? എന്നിട്ട് അതൊന്നുപോലും നടന്നില്ല. അവസാനം എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഇങ്ങനൊരു ജീവിതം തനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നൊരു ചിന്ത ഗംഗയുടെ മനസ്സിലേക്ക് അടിയുറച്ചു പോവാണ് കേട്ടോ. തൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമായിരുന്നോ? തൻ്റെ ജീവിതം എങ്ങനെ പോകേണ്ടിയിരുന്നതാ എന്നൊക്കെ ചിന്തിക്കുക. തങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്ത ഓരോ പ്രവൃത്തികളും തനിക്ക് എട്ടിൻ്റെ പണിയെ തന്നിരിക്കുന്നതെന്ന് വിനീതിന് ബോധ്യപ്പെടുകയാണ്. താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഗംഗയെ വേദനിപ്പിക്കുകയാണ് ചെയ്തതെന്ന് വിനീത് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗംഗയും വിനീതും ഒന്നും മിണ്ടാതെ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണേ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവരെ കാണുമ്പം എല്ലാവർക്കും സന്തോഷമാവുക. അപ്പോൾ ശാരദ ചോദിക്കും, മക്കളെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം ഗംഗ ഒന്നും മിണ്ടില്ല. എന്തു പറ്റിയടി എന്ന് ചോദിക്കാം. അപ്പോൾ വിനീത് പറയും, അത് ഇത്രയും ദൂരെ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാണ് ഗംഗയ്ക്ക് എന്ന് പറയാം. ഗംഗ പെട്ടെന്ന് റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അന്നേരം ഗംഗയെ കാണുന്ന യമുനയും നിളയും ചോദിക്കും, ഗംഗ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ എന്ന് ചോദിക്കുക. അടിപൊളി ട്രിപ്പായിരുന്നോ? എന്നെയും കൂടി കൂട്ടായിരുന്നു എന്ന് പറയാം. അത് കേൾക്കുന്ന ഗംഗ പറയും, ആ നിന്റെ ഒരു കുറവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. യമുന ചോദിക്കും, എവിടെയൊക്കെ പോയി ഗംഗേച്ചി? നിങ്ങൾ രണ്ടുപേരും കൂടി അടിപൊളി ആയിരുന്നില്ലേ എന്ന് ചോദിക്കുക. അതിന് ഞങ്ങൾ രണ്ടും മാത്രം ആയിരുന്നില്ലല്ലോ ഉണ്ടത്, പിന്നെ ആരാ നിങ്ങളുടെ കൂടെ വന്നത് എന്ന് അപ്പം യമുന ചോദിക്കാൻ. വണ്ടിയുടെ ഡ്രൈവർ ഉണ്ടായിരുന്നു, പിന്നെ സലിമിക്ക ഉണ്ടായിരുന്നു, പിന്നെ ആ കടയിൽ പെയിൻ്റൊക്കെ അടിക്കുന്നൊരു ബേബി ചേട്ടനില്ലേ, ബേബി ചേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ പേരിന് ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇതെന്താ എല്ലാവരും കൂടിയാണോ പോയത്? എങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ളവരും കൂടി വിനീതേട്ടന് കൊണ്ടുപോകാമായിരുന്നു എന്ന് യമുന പറയാം. ഞാൻ ചോദിച്ചതാ, പക്ഷെ സ്ഥലമില്ലായിരുന്നു. അത്രയും പേര് കയറിയപ്പോൾ തന്നെ വണ്ടി നിറഞ്ഞു എന്ന് പറയാം. അപ്പം ഗംഗയെ വിളിക്കാനായിട്ട് വരുന്ന വിനീത് ഗംഗയുടെയും യമുനയുടെയും ഈ സംസാരം കേൾക്കുകയാണ് കേട്ടോ. ഈ വിനീതേട്ടൻ എന്തായി ചെയ്തു കൂട്ടിയത്? ഞാൻ കരുതിയത് ഗംഗേച്ചിയും വിനീതേട്ടനും മാത്രം, നിങ്ങൾ രണ്ടുപേരും തനിച്ചുള്ള ഒരു യാത്രയായിരിക്കും എന്നാ, അതിങ്ങനെയാക്കി കളഞ്ഞല്ലോ എന്ന് യമുന പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ വിനീത് അവിടെ നിൽക്കുന്നത്. താൻ ചെയ്തത് ഇത്ര വലിയ തെറ്റാണോ എന്നൊരു ചിന്ത അപ്പോഴാണ് വിനീതിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അല്ല, സലിമിക്കയും അതുപോലെ ബേബി ചേട്ടനും ഒക്കെ എനിക്ക് എത്ര വേണ്ടപ്പെട്ടവരാ, അവരെയൊക്കെ ഒഴിവാക്കി ഞാൻ എങ്ങനെയാണ് പോവുക? അതുമല്ല, ഒരു അറിവുമില്ലാത്തൊരു നാട്ടിലേക്ക് തനിച്ച് ഗംഗയായിട്ട് ചെല്ലുന്ന ശരിയാകുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് കേട്ടോ നമ്മുടെ വിനീതിനെ അവരെ കൂടെ കൂട്ടാൻ നിർബന്ധിതനാക്കിയത്. ഇതേസമയം നമ്മുടെ രഘുനാഥ്, നരേൻ്റെ മുത്തശ്ശൻ, താൻ എഴുതി കൊടുത്ത പവർ ഓഫ് പറ്റോണി ക്യാൻസലാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അതറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആകെ ടെൻഷൻ അടിക്കുകയാണ്. താനും ജയബാലനും ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ ഇവിടെ അവസാനിക്കും. അതിൻ്റെ ബലത്തിലാണ് ആ പവർ ഓഫ് പറ്റോണിയുടെ താൻ ഇങ്ങനൊരു ചതിക്ക് കൂട്ട് നിന്നത് പോലും എന്നൊരു ചിന്ത വരാം. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ കാലിലേക്ക് സാഷ്ടാംഗം വീഴാണ്. അച്ഛൻ ഇങ്ങനൊരു കാര്യം ചെയ്യരുത്, ദയവ് ചെയ്ത് എനിക്കൊരു അവസരം കൂടി താ അച്ഛൻ്റെ മോളെ ഓർത്തിട്ടെങ്കിലും എന്ന് പറഞ്ഞ് കാലി വീണ് കരയാ. അപ്പം ഇതും കേട്ടുകൊണ്ടാണ് നമ്മുടെ നരൻ ഇറങ്ങി വരുന്നത്. എന്താ ചെറിയച്ഛൻ്റെ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കാം. മോനെ നരയ, എനിക്കൊരു തെറ്റു പറ്റിയതാടാ, അതൊന്ന് അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയാണ്. എല്ലാം എനിക്കും മുത്തച്ഛനും മനസ്സിലായിട്ടുണ്ട് ചെറിയച്ഛ. ഇനിയിപ്പോൾ ചെറിയച്ഛൻ അധികം കഷ്ടപ്പെടേണ്ട കാര്യമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നടത്തിക്കോളാം എന്ന് പറയാം. അയ്യോ മോനെ, ചെറിയച്ഛന് ഈ സ്വത്തൊക്കെ നോക്കി നടത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയാം. അത് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങിക്കോളാം. അതിന് നീ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ലല്ലോ എന്നപ്പം രഘുനാഥനോടും നരേനോടുമായിട്ട് ചോദിക്കാണ് കേട്ടോ ശിവരാജൻ. ഞാൻ ഇനി ആ മുറിയിൽ ഇരിക്കുന്നില്ല, ഞാൻ ആ മുറിയിൽ ഇരിക്കുന്നതാണ് ചിലർക്കൊക്കെ സന്തോഷമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല. ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇനി ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പഴയ പോലെ ഞാൻ തന്നെ നോക്കി നടത്തിക്കോളാം എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ശിവരാജൻ നിൽക്കാം. അയാൾ അവിടെ നിന്നങ്ങും പോയിട്ട് പെട്ടെന്ന് ജയബാലനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഇതുകൂടി കേൾക്കുമ്പം ജയബാലൻ പേടിച്ച് വിറയ്ക്കുകയാണ്. കാരണം ശിവരാജൻ പറഞ്ഞറിഞ്ഞിട്ടുള്ള നരൻ എത്രമാത്രം അപകടകാരിയാണ് ആണെന്ന് ജയബാലനും ബോധ്യപ്പെടുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊരു ചിന്ത ജയബാലനും ഉണ്ടാവുക. താൻ പേടിക്കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചതല്ലേ, ആ പവർ ഓഫ് പറ്റോണി എൻ്റെ പേരിൽ തന്നെ കിടക്കും, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ഒരു ഉറപ്പ് ജയബാലന് കൊടുക്കുകയാണ് കേട്ടോ. ജയബാലനും എത്രയും വേഗം സ്നേഹതീരത്ത് ചെല്ലാനും കാവേരിയുടെ അന്വേഷണം അവസാനിപ്പിക്കാനും തന്നെ തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ കണ്ണീരും വറുത്തുകൊണ്ട് ശാരദയുടെ മുന്നിലേക്ക് കയറി ചെല്ലുക. എന്നിട്ട് ശാരദയെ അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷെ ജയബാലൻ പറയുന്ന ഒന്നും ശാരദ കേൾക്കാൻ പോലും
കൂട്ടാക്കുന്നില്ല. ജയപാലേട്ടൻ എന്തിനാ ഇപ്പം വന്നത് എന്ന് ചോദിക്കാം. ഇപ്പോഴും നിങ്ങളെ ഞാൻ ജയപാലേട്ട എന്ന് വിളിക്കുന്നത് എൻ്റെ അരവിന്ദേട്ടൻ എന്നെക്കൊണ്ട് അങ്ങനെ വിളിക്കാൻ ശീലിപ്പിച്ചത് അതുകൊണ്ടാ എന്ന് പറയാണ്. ശാരദ, നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ. എനിക്ക് എൻ്റെ അരവിന്ദനെ ചതിക്കാനായിട്ട് സാധിക്കുമോ? അവനെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. പിന്നെ എന്നെ ധിക്കരിച്ചുകൊണ്ട് ഗംഗയുടെ കല്യാണം വിനീതുമായിട്ട് നടത്തിയതുകൊണ്ടുള്ള ദേഷ്യം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വിനീതുമായിട്ടുള്ള കല്യാണത്തിൻ്റെ അന്നും ഞാൻ വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഈ പെങ്കൊച്ചിന് നല്ലൊരു ജീവിതം കിട്ടണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കൂ. ഇതിപ്പം വിനീതിൻ്റെ കൂടെ കല്യാണം കഴിച്ചയച്ചാൽ ഈ നാട്ടിൽ തന്നെ കിടന്ന് നരകിക്കല്ലേ ഉള്ളൂ എന്നാ കരുതിയുള്ളൂ. എന്നോടുള്ള വാശിക്ക് നിങ്ങൾ കല്യാണം നടത്തിയപ്പം എനിക്കും വാശിയായി. അല്ലാതെ നിങ്ങളോട് എനിക്ക് എന്ത് ദേഷ്യമുള്ളത്? എൻ്റെ അരവിന്ദൻ്റെ കുടുംബമല്ലേ ഇത് എന്ന് പറയാം. അപ്പം അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ കാവേരി പറയും, അയ്യോ, അരവിന്ദൻ്റെ കുടുംബത്തോട് ജയപാൽ അങ്കിളിനുള്ള സ്നേഹം ഞങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ നാടകമൊന്നും ഇവിടെ നിന്ന് കളിക്കണ്ട. മോളെ കാവേരി, നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ എന്ന് പറയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവരുടെ സ്നേഹം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും ഈ തോട്ടത്തെക്കുറിച്ചുള്ള അന്വേഷണം നിർത്തിക്കണം. അതിനുവേണ്ടിയാണ് ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത്. അപ്പോൾ കാവേരിക്കും ഇത് ബോധ്യപ്പെടുക. ഇത്തവണ ജയപാലൻ്റെ ഒരു അഭിനയത്തിലും കാവേരിയുടെ അമ്മ വീഴുന്നില്ല കേട്ടോ. അങ്ങനെ ജയപാലൻ അത് നടന്നില്ല എന്നുള്ള വേദനയിൽ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാണ്. അപ്പോഴത്തേക്കും കാവേരി പിന്നാലെ ചെല്ലുക. അങ്കിള് ഇപ്പം ഇവിടെ കയറി വന്ന് എന്തിനാ ഈ നാടകം കളിച്ചെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്കിള് കുറിഞ്ഞിമലയിൽ ഒരു 5 ഏക്കർ തോട്ടം മേടിച്ചതിൻ്റെ ഭൂമി പൂജ നടത്താനായിട്ട് പോവാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ആ തോട്ടം എങ്ങനെയാണ് നിങ്ങൾ മേടിച്ചതെന്നൊക്കെ അതിനുള്ള വ്യക്തമായിട്ടുള്ള തെളിവ് എൻ്റെ പക്ഷമുണ്ട്. എൻ്റെ അച്ഛൻ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്ത് മേടിച്ച തോട്ടം അങ്കിളിൻ്റെ പേരിൽ എങ്ങനെയായി എന്ന് ചോദിക്കാം. മോളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാ. ആ തോട്ടം അരവിന്ദൻ മേടിച്ചിട്ടില്ലെന്നേ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് മേടിച്ച തോട്ടമാണ്. അതിലെങ്ങനെ അരവിന്ദന് അവകാശം വരും? അതിൻ്റെ സത്യം ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളാം അങ്കിളെ. ഈ നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉണ്ടല്ലോ. ഞാനും നിയമത്തിൻ്റെ വഴിയെ തന്നെ പൊയ്ക്കോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അരവിന്ദൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നങ്ങോട്ട് പോവാണ്. ഇവളെ ഇനിയും വെറുതെ വിട്ടാൽ അത് ശരിയാകില്ല. ഇവളെ ഇല്ലാതാക്കണം എന്നൊരു ചിന്ത ജയപാലൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കാവേരിയെ കൊല്ലാൻ തന്നെ അയാൾ തീരുമാനിക്കുകയാണ്. ഒരു വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന കാവേരിയെ വണ്ടി ഇടിച്ച് കൊല്ലാൻ അയാൾ ആൾക്കാരെ ഏർപ്പാടാക്കുകയാണ് കേട്ടോ. കാവേരിക്ക് ഇത് മനസ്സിലാക്കുമ്പം കാവേരി ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് പിന്നാലെ കുറേ ഗുണ്ടകളും ഓടുകയാണ്. ഈ സമയമാണ് ആ വഴി നമ്മുടെ നരൻ വരുന്നത്. നരയൻ കാവേരിയെ കാണുകയും രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, തോട്ടത്തെ പറ്റിയുള്ള സത്യങ്ങൾ കാവേരി അറിയുകയും ആ തോട്ടം തൻ്റെ അച്ഛൻ മേടിച്ചതാണെന്ന് സ്ഥാപിച്ചെടുക്കുകയും ഒക്കെ ചെയ്യും. അതിനെല്ലാം സഹായം ചെയ്തുകൊണ്ട് ഇനി മുതൽ കാവേരിക്കൊപ്പം നരേനും ഉണ്ട്. ജയപാലൻ്റെയും ശിവരാജൻ്റെയും ഒരു കളികളും ഇനി നടക്കാൻ പോകുന്നില്ല. കാവേരിക്കും നരൻ്റെയും മുന്നിൽ ഓരോരോ തോൽവികളായിട്ട് ഏറ്റുവാങ്ങുന്നതും ഒക്കെ നമുക്ക് വരും ആഴ്ചയിലെ എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. സമയം നമ്മുടെ സുജാതയ്ക്കും നല്ല 8ന്റെ പണിയാണ് കിട്ടുന്നത്. തൻ്റെ മകള് തൻ്റെ കൂടെ നിൽക്കുന്നത് വെറുതെ ഒന്നുമല്ല, തൻ്റെ സ്വത്തും പണവും എല്ലാം കൈക്കലാക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ അവൾക്ക് തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഗീതയോട് ദേഷ്യപ്പെട്ട് സുജാത സംസാരിക്കുന്നുണ്ട്. നീ ഇവിടെ എനിക്ക് കൂട്ടു നിൽക്കാൻ വന്നതാണെങ്കിൽ അത് മാത്രം ചെയ്യുക. അതല്ല, അമ്മയുടെ സ്വത്തും പണവും എല്ലാം കണ്ടിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെങ്കിൽ എൻ്റെ മോള് അധികം മനക്കോട്ട കെട്ടണ്ട. ഈ നിമിഷം തന്നെ നീ നിന്റെ കൊച്ചിനെയും കെട്ടിയവനെ വിളിച്ചുകൊണ്ട് ഈ പടി ഇറങ്ങിക്കോ എന്ന് പറയാണ്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇനിയും അമ്മയ്ക്ക് അവനോടാണോ സ്നേഹം? അമ്മയെ ധിക്കരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും വെറുക്കുന്ന ആ ഗംഗയുടെ കഴുത്ത് താലി കെട്ടിയ വിനീതിന് വേണ്ടിയാണോ അമ്മ ഇനിയും ഇതെല്ലാം കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാം. ഞാൻ ആർക്കും കൊടുക്കാനല്ലടി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മക്കളെ കണ്ടിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് സുജാതയ്ക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് തണലാകുമെന്ന് കരുതിയ എൻ്റെ മകന് എന്നെ വേണ്ട. അവൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. ഇനി എനിക്ക് തനിയെ ജീവിക്കണം. ഞാൻ ഈ സ്വത്തൊക്കെ എനിക്ക് വേണ്ടിയാണ് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എന്താ, നിനക്കതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം. അമ്മയ്ക്ക് ഇനി ഒരു സഹായത്തിന് ഞാനേ ഉള്ളൂ. ഒരു വയ്യായിക വന്ന അമ്മ എങ്ങനെ ആശുപത്രി പോകും? സ്വത്തും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയിലോട്ട് തന്നെ പോകാനായിട്ട് പറ്റുമോ? ഞാൻ തന്നെ വരണ്ടേ ആശുപത്രി കൊണ്ടാക്കാനും കൂടെ നിൽക്കാനും ഒക്കെ? അങ്ങനെയുള്ളപ്പം ഞാനും എൻ്റെ ഏട്ടനും ഇവിടെ നിന്നെന്ന് കരുതി അമ്മയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്? ഞങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റ് വിട്ടു തന്നാൽ ഞങ്ങളിവിടെ സന്തോഷത്തോടെ കഴിയില്ലേ എന്ന് ചോദിക്കാം. നിന്റെ ചേട്ടൻ്റെ സ്വഭാവമൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാടി. ഈ നിമിഷം തന്നെ എൻ്റെ മകള് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാ നല്ലത്. പിന്നെ സുജാതയ്ക്ക് എന്തെങ്കിലും വയ്യായിക വന്നാലേ നിന്റെ ഒന്നും സഹായം ഞാൻ തേടില്ലടി. ഞാൻ പോയി ആത്മഹത്യ ചെയ്താലും എൻ്റെ മക്കളുടെ സഹായത്തിന് ഞാൻ നിങ്ങളുടെ ഒന്നും അടുത്തേക്ക് വരത്തില്ലടി എന്ന് പറയാം. അപ്പം ഇതും കേട്ടോണ്ട് മറഞ്ഞു നിന്നിരുന്ന ഗീതയുടെ ഭർത്താവ് ഒരു വാക്ക് തേടി ചാടി വീഴുക. ഈ തള്ളയുടെ അഹങ്കാരം
പുന്നാരിച്ച് വളർത്തിയൊരു മകനുണ്ടായിരുന്നല്ലോ, അവനിപ്പോൾ എന്താ കാണിച്ചത്? ആ ഗംഗയെ കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കുകയല്ലേ, എന്നിട്ട് ആ കുടുംബത്തെ കാര്യങ്ങൾ പോലും നോക്കുന്നത് ഇപ്പോൾ അവനാ. 1 രൂപയുടെ ഗുണമുണ്ടോ അവനെ കൊണ്ട് ഇവർക്ക്? എന്നിട്ട് അഹങ്കാരം കണ്ടോ തള്ളയുടെ? മുഴുവൻ സ്വത്തും കൂട്ടിക്കെട്ടി വെച്ചേക്കുക. ഇവർ കുഴിയിലോട്ട് കാലം നീട്ടി നിൽക്കുന്ന ഇവർക്ക് എന്തിനാ ഈ സ്വത്തെല്ലാം എന്ന് ചോദിച്ച് നമ്മുടെ സുജാതയെ വെട്ടാനായിട്ട് നോക്കുക. അത് കാണുന്ന ഗീത പേടിച്ചു പോകണം കേട്ടോ. എന്താ ഏട്ടാ ഈ കാണിക്കുന്നത്? അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഏട്ടൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ചോദിക്കാം. എടി ഗീത, നീ കണ്ടില്ലേടി നിന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ? അവർക്ക് നമുക്കൊന്നും തരാൻ കഴിയില്ലെന്ന്. ഇവരെ ഇവിടെ ഇട്ട് വെട്ടിക്കൊന്നാൽ പോലും ആരും അറിയാൻ പോകുന്നില്ല. ഈ ചുറ്റുവട്ടത്തൊന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല എന്ന് അയാൾ പറയണം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? അമ്മ നമ്മളെ ഒന്ന് പേടിപ്പിച്ചതല്ലേ, അമ്മ നമ്മുടെ വഴിക്ക് തന്നെ വരും എന്ന് പറയണം കേട്ടോ. ഇതേ സമയം തൻ്റെ അമ്മയ്ക്ക് എന്തോ ഉണ്ടായി എന്നൊരു തോന്നൽ വിനീതിൻ്റെ മനസ്സിലുണ്ടാവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ അറിയാതെ അമ്മയൊന്ന് കണ്ടിട്ട് പോകാം എന്നൊരു ചിന്തയോടെ വീട്ടിലേക്ക് വിനീത് വരിക. അപ്പോഴാണ് വീട്ടിൽ നിന്ന് ഈ ബഹളമെല്ലാം കേൾക്കുന്നത്. ബഹളമെല്ലാം കാണുന്ന വിനീത് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെന്ന് ഗീതയുടെ ഭർത്താവിനെ മാറ്റി നിർത്തുക. എൻ്റെ അമ്മയ്ക്ക് നേരെ കൈ ഉയർത്താൻ മാത്രം അളിയൻ വളർന്നു എന്ന് ചോദിക്കുക. ഓ, നിന്നെ ആരാ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചത്? അമ്മയും പെങ്ങളെയും ഒന്നും വേണ്ടാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയവനല്ലേ നീ എന്ന് ചോദിക്കുക. എന്നും കരുതി ഇത് എൻ്റെ വീടാ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് കയറി വരാം എന്ന് പറയാം. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും ആകെ തകർന്ന സുജാത കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ച് സുജാതയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ വിനീത്. അപ്പം പെട്ടെന്ന് വിനീതിനെ കാണുന്ന സുജാത തൻ്റെ സങ്കടങ്ങളൊക്കെ മറന്ന് വിനീതിനെ ചേർത്ത് നിർത്തുക. എന്നിട്ട് കരയാണ് കേട്ടോ. ഈ നിമിഷം ഇറങ്ങിക്കോണം രണ്ടുപേരും, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഗീത പറയും, നീ കൂടുതൽ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, നിന്നെ ആരാടാ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞങ്ങളെ വേണ്ടതും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഇപ്പം അമ്മയുടെ സ്വത്തൊക്കെ നഷ്ടപ്പെടുന്നു കണ്ടപ്പം അവ സ്നേഹം നടിച്ച് കയറി വന്നിരിക്കാം. എനിക്ക് സ്വത്തും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ അമ്മേനെ ജീവനോടെ കണ്ടാൽ മതിയടി എന്ന് പറയാം. വിനീതിൻ്റെ ആ വർത്താനം കേൾക്കുമ്പം സുജാതയാണെങ്കിൽ കണ്ണ് നിറച്ചുകൊണ്ട് വിനീതിനെ നോക്കുകയാണ് കേട്ടോ. അപ്പം വിനീത പറഞ്ഞ പ്രകാരം നിവിനും പിന്നാലെ തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പം നിവിനെയും കൂടി കണ്ടപ്പം ഏകദേശം പണി പാളി എന്നുള്ള ബോധ്യം ഗീതയുടെ ഭർത്താവിനും വരികയാണ് കേട്ടോ. കെട്ടും പാണ്ടും എല്ലാം എടുത്തുകൊണ്ട് ആ നിമിഷം തന്നെ ഗീതയും ഭർത്താവും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും, അവരുടെ മകളെയും കൂട്ടിക്കൊണ്ട് കേട്ടോ. ഇതൊക്കെ വരും ആഴ്ചയിലെ വിശേഷങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും